മാന്യ ശ്രോതാക്കളെ, സമ്മതിദായകരെ, 16ാമത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കുകയാണ്. ഇനി കേവലം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് പോളിംഗിന് മുമ്പുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അവശേഷിക്കുന്നത്. കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ, നാടിൻ്റെ സാമ്പത്തികവും ഭൗതികവുമായ പുരോഗതി, മതനിരപേക്ഷ ജനാധിപത്യം എന്നിവയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകവും പ്രാധാന്യവുമുള്ളൊരു തെരഞ്ഞെടുപ്പിനെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം ഉറപ്പുവരുത്തുകയും സംസ്ഥാനത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരിക്കൽ കൂടി ഭരണ തുടർച്ച ഉറപ്പുവരുത്തണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് മുന്നണിയും കേരള ജനതയും ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. LDFിൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയതും തുടങ്ങിവെച്ചതുമായ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും സമയബന്ധിതമായും തുടരുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരേണ്ടതുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അഭൂതപൂർവമായ മുന്നേറ്റ കുതിപ്പിന് സാക്ഷ്യം വഹിച്ച 10 വർഷങ്ങളാണ് നാം പിന്നിട്ടത്. സംസ്ഥാനത്തെ ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ, നഗര ഗ്രാമീണ പാതകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ, പൊതുഭരണ സമുച്ചയങ്ങൾ, വിശ്രമ വിനോദ കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലെ വൈപുല്യത്തിനും സമാനതകളില്ലാത്ത കുതിപ്പിനുമാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കേന്ദ്ര സ്ഥാനത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതും പ്രതിഷ്ഠിച്ചതും. ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളുമായുള്ള താരതമ്യത്തിൽ മാത്രമല്ല, ലോകത്തിലെ തന്നെ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ആയുർദൈർഘ്യവും ആരോഗ്യവുമുള്ളൊരു ജനതയായി കേരളീയരെ മാറ്റിയതിൽ ഇടതുപക്ഷ പാർട്ടികളുടെയും LDF സർക്കാരിൻ്റെയും പങ്ക് നിസ്തുലമാണ്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പിന്നിലാക്കുന്ന ആരോഗ്യത്തിൻ്റെയും ആയുർദൈർഘ്യത്തിൻ്റെയും ചികിത്സാ സംവിധാന വൈപുല്യത്തിൻ്റെയും പ്രകാശമാനമായ ചിത്രമാണ് ഏറ്റവും അവസാനത്തെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ സർവേ സാക്ഷ്യപ്പെടുത്തുന്നത്. ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത മുന്നേറ്റമാണ് കേരളം കൈവരിച്ചത്. മലബാറിലും കൊച്ചിയിലും സ്ഥാപിതമായ ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രങ്ങളും കോഴിക്കോട് സ്ഥാപിക്കപ്പെടുന്ന അവയവമാറ്റ ചികിത്സാ ഗവേഷണ കേന്ദ്രവും ആ മുന്നേറ്റത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും ഹൃദ്രോഗം, ഡയാലിസിസ് തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങളും ആധുനിക ഉപകരണ സജ്ജീകരണങ്ങളും ഒരുക്കി എല്ലാവർക്കും ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ LDF ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും അളവുകോൽ ആ സമൂഹം ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കരുതലാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ഒരു ദശകം കൊണ്ട് 5000 കോടി രൂപയിലധികം നിക്ഷേപമാണ് LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. 2011-16 കാലയളവിൽ അധികാരത്തിലിരുന്ന സർക്കാർ ലാഭകരമല്ലെന്ന് മുദ്രകുത്തി 3750 പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്ഥാനത്താണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ ലോകോത്തര മാതൃകകളാക്കി മാറ്റിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞത്. സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തന്നെ പൊതുവിദ്യാലയങ്ങൾ കൈവരിച്ച മികവിൻ്റെ അടയാളമാണ്. വിദ്യാലയങ്ങൾ തുറന്ന് മാസങ്ങൾ കഴിഞ്ഞാലും പാഠപുസ്തകങ്ങൾ ലഭിക്കാത്ത സംഭവങ്ങൾ കേരളത്തിൽ പഴങ്കഥയായി മാറിയിരിക്കുന്നു. വേനൽ അവധിയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അടുത്ത ക്ലാസ്സിലെ പാഠപുസ്തകം കുട്ടികളിലേക്ക് എത്തിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യക്ഷമതയുടെ നിദർശനമായി LDF ഭരണം മാറിയിരിക്കുന്നു. 45,000-ലധികം സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും ലഭ്യമായ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം സൗജന്യമാക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തീരുമാനത്തോടെ കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ശക്തമായ അടിത്തറ പാകുകയാണ് LDF സർക്കാർ ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയുമുള്ള ഏതു തലത്തിലുമുള്ള തൊഴിൽ വിപണിയിലേക്കും മത്സരക്ഷമതയുള്ള മനുഷ്യ വിഭവശേഷി വികസിപ്പിച്ചെടുക്കുന്നതിന് സമൂഹത്തെ പ്രാപ്തമാക്കാൻ LDF ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് മതനിരപേക്ഷതയും സത്യസന്ധമായ ചരിത്രബോധവും ജനാധിപത്യ സംസ്കാരവും ഉറപ്പുവരുത്താൻ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്ത സമൂഹമായി മാറി. അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ അത്യപൂർവം അധ്യായങ്ങളിൽ ഒന്നായി സ്ഥാനം പിടിച്ചു. LDF കേരളത്തിൽ തുടക്കം കുറിച്ച കുടുംബശ്രീ പ്രസ്ഥാനം സംസ്ഥാനത്തെ വനിതകളുടെ പ്രമുഖ തൊഴിൽ വരുമാന ദാതാവായും സ്ത്രീ ശാക്തീകരണ സംവിധാനമായും ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും തൊഴിൽപരവുമായ പുരോഗതിയിൽ നിർണായക പങ്കാണ് കുടുംബശ്രീ പ്രസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി പാർപ്പിടം എന്നത് ഏതൊരു മനുഷ്യൻ്റെയും കുടുംബത്തിൻ്റെയും ഏറ്റവും പ്രാഥമികമായ ആവശ്യവും അവകാശവും സ്വപ്നവുമാണ്.
ലക്ഷം വീട് പദ്ധതി വഴി കേരളീയ ജനതയുടെ ഭവനരാഹിത്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്തത് കമ്മ്യൂണിസ്റ്റ് നേതാവ് MN ഗോവിന്ദൻ നായരാണ്. എല്ലാവർക്കും ഭവനം എന്ന സമൂഹത്തിന്റെ പൊതു ലക്ഷ്യത്തിലേക്ക് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയത്. ഭവനരഹിതരായ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലൈഫ് മിഷൻ വഴി സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇതിനകം കഴിഞ്ഞു. ഭവനരാഹിത്യം എന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള വലിയൊരു ജനവിഭാഗത്തിന്റെ ഈ മോചനം ലോകത്തിന് തന്നെ അത്ഭുതമുളവാക്കുന്നതാണ്. 1957 ഐക്യ കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബന്ധ നിയമം, 1970 C അച്യുതമേനോൻ സർക്കാർ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമം എന്നിവയ്ക്ക് ശേഷം ഭൂമിയുടെ സാർവത്രിക ഉടമസ്ഥതയിൽ വിപ്ലവകരമായ മുന്നേറ്റം കാഴ്ചവെച്ച കാലഘട്ടമാണ് കഴിഞ്ഞ ദശകം. 4,56,689 കുടുംബങ്ങളാണ് ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഭൂമിയുടെ അവകാശികളായി മാറിയത്. സംസ്ഥാനത്ത് അവശേഷിക്കുന്ന ഭൂരഹിതർക്കും ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാത്ത മുഴുവൻ പേർക്കും അവ ഉറപ്പുവരുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം അനിവാര്യമാണ്. രാജ്യം വിലക്കയറ്റത്തിൻ്റെയും വിപണി വിഹ്വലതയുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ജനങ്ങളെ വലിയൊരളവിൽ സംരക്ഷിക്കുന്നതിൽ കേരളത്തിൻ്റെ പൊതുവിതരണ സംവിധാനത്തിനും ശക്തമായ വിപണി ഇടപെടലിനും കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയും കൃഷിഭൂമിയും വ്യാപകമായി അവഗണിക്കപ്പെടുകയും ദൈനംദിന ഭക്ഷ്യാവശ്യങ്ങൾക്ക് അന്യസംസ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ കണ്ണുനട്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് മൗലികമായ മാറ്റം വരുത്താൻ LDF സർക്കാരിൻ്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെല്ല്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം, സംഭരണം, വിതരണം എന്നിവയിൽ പുതിയൊരു സംസ്കാരം തന്നെ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. സംസ്ഥാനത്ത് ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തതയോടെ മുന്നേറാനും മുട്ടയുടെയും മാംസോത്പാദനത്തിൻ്റെയും രംഗങ്ങളിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായവൽക്കരണത്തിൽ പിന്നിലായിരുന്ന സംസ്ഥാനത്തെ ആ രംഗത്ത് രാജ്യത്തിൻ്റെ മുന്നണിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഇടത്തരം ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച MSME ആവാസ വ്യവസ്ഥയുള്ള സംസ്ഥാനമായി കേരളം മാറി. തിരുവനന്തപുരം, കൊച്ചിയും കോഴിക്കോടും രാജ്യത്തെ പ്രമുഖ വിവര സാങ്കേതിക വ്യവസായ കേന്ദ്രങ്ങളായി മാറുകയാണ്. ആയിരക്കണക്കിന് ചതുരശ്ര മീറ്റർ നിർമ്മിതികൾ IT വ്യവസായത്തിനായി കൂട്ടിച്ചേർക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞു. പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യം കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ ദുർബലമാക്കാൻ മുന്നണി അനുവദിച്ചില്ല. പരമ്പരാഗത സാമ്പത്തിക മാനേജ്മെന്റ് സമ്പ്രദായങ്ങളെയും ധാരണകളെയും മറികടന്ന് കിഫ്ബി വഴി 1,10,000 കോടി രൂപയിലധികം തുകയുടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിന് മുന്നിൽ വലിയ വ്യാവസായിക സാധ്യതകളാണ് തുറന്നിടുന്നത്. അതിനോടനുബന്ധമായി ഒരു വലിയ വ്യാവസായിക ഇടനാഴിയുടെ വികസന പദ്ധതിയാണ് LDF വിഭാവനം ചെയ്യുന്നത്. ദേശീയപാത 544മായി ബന്ധപ്പെട്ട് വ്യവസായ പാർക്കുകളുടെ ഒരു ശൃംഖല തന്നെ കിൻഫ്ര വഴി നടപ്പാക്കുന്ന ബൃഹത്തായ പദ്ധതിയും പുരോഗമിക്കുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി രാജ്യത്ത് ഏറ്റവും അധികം നിയമനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്ക് വലിയൊരളവ് പരിഹാരം കണ്ടെത്താൻ LDF ഭരണ തുടർച്ച അനിവാര്യമാണ്. കൊച്ചിയിലെ വാട്ടർ മെട്രോ, വിവിധ ചെറുകിട തുറമുഖ സംരംഭങ്ങൾ, വയനാട് തുരങ്കപാത, ദേശീയ ജലപാത തുടങ്ങിയവയെല്ലാം കേരളത്തെ ലോകത്തെ മികച്ച ഒരു ജനപദവും ആവാസ വ്യവസ്ഥയുമാക്കി മാറ്റിയിരിക്കുന്നു. ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ സാമ്പത്തിക സമീപനത്തെയും വിവേചനത്തെയും മറികടന്നാണെന്നത് ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ പാഠമാണ്. അഭൂതപൂർവമായ പ്രകൃതി ദുരന്തങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ചാണ് കേരളം ഈ നേട്ടങ്ങൾ കൈവരിച്ചത്. മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഇരകളായ ജനങ്ങൾക്ക് താങ്ങും തണലും പുനരധിവാസവും ഉറപ്പുവരുത്താൻ ഭാവനാപൂർണമായ നേതൃത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ചത്. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്താൻ 178 കുടുംബങ്ങൾക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകാൻ ഇതിനകം സർക്കാരിന് കഴിഞ്ഞു. അവശേഷിക്കുന്ന കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നേറുകയാണ്. രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സംസ്കാരം വെല്ലുവിളികളെ നേരിടുമ്പോൾ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് കഴിഞ്ഞു. ജാതി മത വിദ്വേഷ രാഷ്ട്രീയത്തിനും ഹിംസയ്ക്കും കേരളത്തിൻ്റെ മണ്ണിൽ ഇടമില്ലെന്ന് ഉറപ്പാക്കാൻ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന് കഴിഞ്ഞിട്ടുണ്ട്. മതമൈത്രിയുടെയും മതനിരപേക്ഷതയുടെയും വിളനിലമായി കേരളത്തെ നിലനിർത്തുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ്. രാജ്യത്തെ ഏറ്റവും വിപുലമായ സാമൂഹ്യ സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. ഏതാണ്ട് 65 ലക്ഷത്തോളം മുതിർന്ന പൗരന്മാരെ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലയത്തിൽ ഉൾപ്പെടുത്തി ചേർത്ത് പിടിക്കുന്നു. അർഹമായ ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കപ്പെടുകയും മുതിർന്ന പൗരന്മാർ അവഗണിക്കപ്പെടുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ഈ പദ്ധതികളുടെ പ്രാധാന്യം വ്യക്തമാകുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെയും സാമ്പത്തിക പുരോഗതിയിലും വളർച്ചയിലും നിർണായക പങ്കുവഹിക്കുന്നവരാണ് മലയാളികൾ. രാജ്യത്തിൻ്റെ വിദേശ നാണ്യ വരുമാനത്തിൽ പ്രവാസി മലയാളികൾ സുപ്രധാനമായ സംഭാവനയാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച യുദ്ധം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തു തന്നെയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ഉൽപ്പാദനവും നീക്കവും തടസ്സപ്പെട്ടത് ലോക സമ്പദ്ഘടനയെ പിടിച്ചുലയ്ക്കുകയാണ്. ഓഹരി വിപണികൾ വൻ തകർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് സാധാരണക്കാരായ നിക്ഷേപകർക്ക് യുദ്ധത്തെ തുടർന്ന് ഉണ്ടായത്. കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയിൽ പ്രവാസി മലയാളികൾ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തൊഴിലിലും ഇതര സംരംഭങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവർ ഗണ്യമായ സംഭാവനകളാണ് നൽകുന്നത്. അത്തരക്കാരെ കൂടി കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാനും പൊതു തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ അവരുടെ ഭാഗഭാഗിത്വം ഉറപ്പുവരുത്താനും LDF സർക്കാർ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ലോക കേരള സഭ ആ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനവും പ്രതീകവുമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കേരളത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ മുന്നേറ്റത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. 30 ലക്ഷത്തിലധികം മലയാളികൾ തൊഴിലിലും ഇതര സംരംഭങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ആ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. തൊഴിൽ അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസി മലയാളികളുടെ പുനരധിവാസത്തിൽ ഭാവനാപൂർണമായ പദ്ധതികളാണ് LDF ആവിഷ്കരിച്ച് നോർക്ക വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളികളുടെ പുനരധിവാസം LDF അതിന്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമെന്ന് കേരളത്തിന് ഉറപ്പിക്കാം. കേരളത്തെ സാമ്പത്തിക പുരോഗതിയുടെയും വികസനത്തിൻ്റെയും പാതയിൽ നയിക്കുന്ന, മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് വഴി നിർണ്ണയിക്കേണ്ടത്. വോട്ടവകാശമുള്ള കേരളത്തിലെ മുഴുവൻ സമ്മതിദായകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കൗൺസിലിനു വേണ്ടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.